ന്യൂസ് ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിൽ ഹാർദമായ സ്വാഗതം. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന ഒരു തത്വശാസ്ത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വടക്കേ ഇന്ത്യയിലൊക്കെ പല രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കുന്ന ഒരു തന്ത്രം പണം എറിയുക എന്നുള്ളതാണ്. പണവും മസിൽ പവറും കൊണ്ട് അധികാരം പിടിച്ചെടുക്കുന്ന ഒരു സമ്പ്രദായം ഇന്ത്യയുടെ മറ്റ് ചില ഭാഗങ്ങളിൽ കാണാറുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെയുള്ളൊരു അവസ്ഥ വളരെ വിരളമായിട്ട് മാത്രമാണ് കാണാൻ സാധിക്കുക. എന്നാൽ നിലമ്പൂർ അവിടുത്തെ തിരഞ്ഞെടുപ്പ് വിജയം, PV അൻവറിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയം പരിശോധിച്ചു കഴിഞ്ഞാൽ പണത്തിൻ്റെ ആധിക്യം കൊണ്ട് ജനാധിപത്യ മൂല്യങ്ങളെയും തത്വസംഹിതകളെയും എല്ലാം മറികടന്ന് അധികാരത്തിൻ്റെ ഭ്രമത്താൽ ചെങ്കൊടിയുടെ തണലിൽ വളർന്നു വന്ന ഒരാളാണ് PV അൻവർ. പണവും ഒപ്പം അധികാരവും ചെങ്കൊടിയുടെ തണലും ഉണ്ടായപ്പോൾ ആരെയും എന്തും പറയാം, ആർക്കെതിരെയും എന്തും സംസാരിക്കാമെന്ന ഒരു ധാർഷ്ട്യത്തോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ പടത്താവളത്തിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിരുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ മാർക്സിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ആളുകളെയും ഉദ്യോഗസ്ഥന്മാരെയും നിലക്ക് നിർത്താനും പുലഭ്യം പറയാനും അസഭ്യം പറയാനുമെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു PV അൻവർ. അങ്ങനെ നാട്ടിലുള്ള സകലരെയും പുലഭ്യം പറഞ്ഞ് തനിക്ക് എതിരായിട്ടുള്ള എല്ലാവരെയും പുലഭ്യം പറഞ്ഞതിന് ശേഷം പിന്നെ ആരെയും കാണാതെ ആയപ്പോൾ PV അൻവർ തൻ്റെ ആ ഒരു സുസിദ്ധമായിട്ടുള്ള കഴിവ് നേരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ നേരെ തന്നെയായി. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാരെയും എതിർക്കാൻ തുടങ്ങി. പിണറായി വിജയൻ്റെ വളരെ വിശ്വസ്തരെന്ന് അറിയപ്പെടുന്ന PV അൻവർ പിണറായി വിജയൻ തനിക്ക് പിതൃതുല്യനാണെന്ന് വരെ പറയും. പിറ്റേ ദിവസം തന്നെ ആ നാവ് കൊണ്ട് തന്നെ പിണറായി വിജയനെയും തള്ളി പറഞ്ഞു. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പടത്താവളത്തിൽ നിന്ന് പടഹധ്വനി ഉയർത്തി അവർക്കെതിരെ പോർവിളിയുമായി ആ ഒരു തലത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആളാണ് PV അൻവർ. അങ്ങനെ വന്ന സമയത്ത് PV അൻവറിന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ എതിരാളി എന്ന നിലക്ക് UDF തന്നെ ചേർത്ത് പിടിക്കുമെന്നും താൻ രാജിവെച്ചാൽ ആ സീറ്റ് തന്നെ UDFിൻ്റെ ലേബലിൽ തനിക്ക് മത്സരിച്ച് വിജയിക്കാമെന്നും അങ്ങനെ വരാൻ പോകുന്ന ഒരു UDF കാലഘട്ടത്തിൽ, ഇനി മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാലഘട്ടം അവസാനിച്ചു എന്ന് PV അൻവറിന് മനസ്സിലായി. ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ UDFിൻ്റെ ഭാഗമായിരുന്നു തനിക്ക് CPMൻ്റെ കൂടെ നിന്ന് നടക്കാതെ പോയ ആ മന്ത്രിസ്വപ്നം UDFിലൂടെ നേടിയെടുക്കാമെന്നായിരുന്നു PV അൻവറിൻ്റെ ഒരു ധാരണ. അങ്ങനെ PV അൻവർക്ക് സീറ്റ് കിട്ടാതെ വരുന്ന സമയത്ത്, സീറ്റ് കൊടുക്കാതെ വരുന്ന സമയത്ത് കോൺഗ്രസിന് തന്നെ തൻ്റെ സഹായിയായി താൻ പറഞ്ഞാൽ കേൾക്കും എന്ന് തോന്നുന്ന VS ജോയിയെ കൂടെ നിർത്തി തൻ്റെ നോമിനിയായി വിജയിപ്പിച്ചെടുക്കാൻ അങ്ങനെ UDFിൻ്റെ താവളത്തിലേക്ക് ഈ ഒരു ബൈ ഇലക്ഷനിൽ കടന്നു കയറാനും വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഇലക്ഷനിൽ തനിക്ക് തന്നെ അവിടെ സീറ്റ് ഉറപ്പിക്കാനും സാധിക്കും എന്നുള്ളതായിരുന്നു PV അൻവറിൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതിനുവേണ്ടി ആദ്യകാലത്ത് കൂട്ടുപിടിച്ചത് DMK പിടിച്ചു, അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിനെ പിടിച്ചു. അങ്ങനെ ഇവരുടെ ഒന്നും സഹായം കാര്യമായി കിട്ടാതെ വരുന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ വഴി UDFിലേക്കുള്ള ഒരു പ്രവേശന ദ്വാരം കടന്നു പോകാമെന്നാണ് PV അൻവർ കരുതിയത്. പക്ഷേ PV അൻവറിൻ്റെ നാവിൻ്റെ മൂർച്ചയെറിഞ്ഞ മലപ്പുറത്തെ DCC നേതാക്കന്മാരും കോൺഗ്രസ് പ്രവർത്തകരും PV അൻവർ UDFിലേക്ക് വരുന്നത് ശക്തമായിട്ട് എതിർത്തു. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരുകളിൽ മേൽക്കൈ സ്ഥാപിച്ചിട്ടുള്ള ആളാണ് VD സതീശൻ. അപ്പോൾ VD സതീശനെ എതിർക്കുന്ന വിഭാഗമായിട്ടുള്ള K മുരളീധരനും K സുധാകരനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടുന്ന ഒരു ടീം എങ്ങനെയെങ്കിലും PV അൻവറിനെ പാളയത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ തന്ത്രം തന്നെ തങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും തങ്ങൾക്ക് തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുന്ന രീതിയിലേക്ക് പ്രതിപക്ഷ നേതാവിനെ എത്തിക്കാമെന്നൊക്കെ അവർ കരുതി. പക്ഷേ ശക്തമായ നിലപാട് സ്വീകരിച്ച VD സതീശൻ PV അൻവറിനെ UDFിലേക്ക് എടുക്കുന്ന കാര്യത്തിൽ അല്പം എതിർപ്പ് തന്നെ പ്രകടിപ്പിച്ചു. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളെ, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടുന്ന ആളുകളെ കണ്ട് അവർ വഴി ഇങ്ങോട്ട് പ്രവേശിക്കാമെന്ന് കരുതിയും അവരുടെ റെക്കമെൻഡേഷൻ മേടിക്കുകയും ചെയ്തെങ്കിലും അവസാന വാക്കായിട്ടുള്ള KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്നെത്തിയപ്പോൾ തൻ്റെ ആ ഒരു കാര്യം അവിടെ സംസാരിച്ച് അതിന് നേർവഴി തെളിക്കാമെന്ന് PV അൻവർ കരുതിയെങ്കിലും കോൺഗ്രസിൻ്റെ ശക്തമായ എതിർപ്പ് കാരണം KC വേണുഗോപാൽ കൈയൊഴിഞ്ഞ് തിരികെ പോയി. അങ്ങനെ KC വേണുഗോപാലും കൈവിട്ടതോടുകൂടി PV അൻവറിന് മറ്റൊരു രക്ഷകനില്ലാത്ത അവസ്ഥയാണ് കോൺഗ്രസിലേക്കുള്ള പോക്ക്. ആദ്യം തലയുയർത്തിപ്പെട്ട് ആവശ്യപ്പെട്ടു, തല താഴ്ത്തി അപേക്ഷിച്ചു,
പിന്നീട് കാല് പിടിച്ചു. പക്ഷേ ഈ സാമദാനം ദണ്ഡം എന്ന് പറയുന്ന എല്ലാം നോക്കിയിട്ടും യാതൊരു വിധത്തിലും അങ്ങോട്ട് പ്രവേശിക്കാതിരിക്കുന്ന സമയത്താണ് ഇന്ന് VM സുധീരൻ PV അൻവറിനെ പോലെയുള്ള ഒരാളെ UDF-ലേക്ക് കൊണ്ടുവന്നാൽ ഉള്ള ഭവിഷ്യത്ത് എന്താണെന്ന് പറയുകയും ശക്തമായി അദ്ദേഹം PV അൻവറിൻ്റെ UDF പ്രവേശനത്തെ എതിർക്കുകയും ചെയ്തു. അതോടുകൂടി സ്വയം പ്രഖ്യാപിത നിലമ്പൂർ സുൽത്താൻ ഇന്ന് ചെങ്കോലും കിരീടവും താഴെ വെച്ച് കീഴടങ്ങിയ മട്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോരുന്ന സമയത്ത് പാലക്കാട് ജില്ലയും തൃശ്ശൂർ ജില്ലയിലും മലപ്പുറത്തു നിന്നൊക്കെ പണം കൊടുത്തു പോലും ആളുകളെ കൊണ്ടുവന്ന് മഹാസമ്മേളനം നടത്തി തൻ്റെ കരുത്ത് തെളിയിക്കാൻ, ആ കരുത്ത് കാട്ടി UDF-ലേക്ക് പ്രവേശിക്കാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഘടകകക്ഷിയായി ഒരു പാർട്ടി രൂപീകരിച്ച് മുമ്പോട്ട് പോകാം എന്നൊക്കെ കരുതിയ ആ ഒരു തന്ത്രവും ഇപ്പോൾ ഫലിച്ചില്ല. ഇനി സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് വിജയിക്കാമെന്ന മോഹവും ഇല്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് ജയിക്കുക എന്ന് പറയുന്നത് അൻവറിനെ കൊണ്ട് സാധ്യമല്ല എന്നുള്ളത് അൻവറിനും അറിയാം. അങ്ങനെ ഒരു ഇലക്ഷനിൽ നിന്ന് തോറ്റുപോയി തൻ്റെ പുറകിലുള്ള ശക്തിയുടെ ഊതിപ്പെരുപ്പിച്ച ശക്തി എത്രയാണെന്ന് മനസ്സിലാക്കി ഇലക്ഷൻ അത് വോട്ടായി മാറി തോറ്റ് തുന്നം പാടിയാൽ പിന്നെ തൻ്റെ രാഷ്ട്രീയ ഭാവി കൂടി അതോടുകൂടി അവതാളത്തിലാവുമെന്ന് അറിയാവുന്ന PV അൻവർ ഇനി ഏതു തരം നീക്കമാണ് നടത്തുന്നതെന്ന് കണ്ടറിയണം. അല്ലെങ്കിൽ ഇതോടുകൂടി ഒരു രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായം PV അൻവർ അഴിച്ചു വയ്ക്കേണ്ടതായിട്ട് വരും.